നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 14 46 തുടങ്ങി കുറച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഇപ്പോൾ അച്ഛനായ വ്യാസമഹർഷിയോട് ശുകൻ വിവാഹത്തിൻ്റെ അർത്ഥശൂന്യതയെപ്പറ്റി സമർത്ഥിച്ചു പറയുകയാണ്. അങ്ങ് എന്നെ ആത്മതത്വം ഉപദേശിച്ച് രക്ഷിക്കണമെന്നാണ് ശുകൻ അച്ഛനോട് അപേക്ഷിക്കുന്നത്. ഈ ദേഹം മലിനമാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീ ശരീരവും മാലിന്യത്തോടു കൂടിയതാണ്. ജ്ഞാനിയായ ഒരുവനും അതുകൊണ്ട് സ്ത്രീ ശരീരത്തിൽ പ്രതിപത്തി ഉണ്ടാവുകയില്ല. ഞാൻ സ്ത്രീ പെറ്റ് ഉണ്ടാത്തവനാണല്ലോ, അപ്പോൾ എനിക്ക് എങ്ങനെയാണ് യോനിയിൽ ജനിക്കാൻ ആഗ്രഹമുണ്ടാകുന്നത്? അവിടുന്ന് എന്നെ പഠിപ്പിച്ച വേദങ്ങളെല്ലാം ഞാൻ പഠിച്ചു. കർമ്മമാർഗത്തെ വിവരിക്കുന്ന അവയെല്ലാം ഹിംസയോടുകൂടിയവയാണ്. അതുപോലെ തന്നെ എൻ്റെ ഗുരുവായ ബൃഹസ്പതിയും വിഷയസമുദ്രത്തിൽ മുഴുകിയവനാണ്. അങ്ങനെയുള്ള ഒരുവന് എങ്ങനെയാണ് എന്നെ മുക്തിയിലേക്ക് നയിക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ സമീപത്തെത്തിയിരിക്കുകയാണ്. എന്നെ യഥാർത്ഥമായ തത്വം ഉപദേശിച്ച് ഈ മോഹക്കടലിൽ നിന്നും രക്ഷിക്കണമെന്ന് ശുകൻ അച്ഛനോട് അപേക്ഷിക്കുന്നു. വീണ്ടും എന്താണ് ശുകൻ അഭിപ്രായപ്പെടുന്നത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് നോക്കാം. ശ്ലോകം 46. സംസാരേസ്മിൻ മഹാഘോരേ ഭ്രമണം നഭചക്രവത് നച വിശ്രമണം ക്വാപി സൂര്യസ്യേവ ദിവാനിശി. നഭചക്രം പോലെ അതിഘോരമായ ഈ സംസാരത്തിൽ കിടന്ന് കറങ്ങുന്ന ഒരുവന് സൂര്യൻ എന്ന പോലെ രാപകൽ വിശ്രമം എവിടെ? ശ്ലോകം 47. കിം സുഖം താത സംസാരേ നിധനത്വവിചാരണാത് മൂഢാനാം സുഖബുദ്ധിസ്തു വിത്സു കീടസുഖം യഥാ. മരണത്തെപ്പറ്റി ചിന്തിച്ചാൽ സംസാരത്തിൽ എന്താണൊരു സുഖം? മലത്തിലെ കൃമികൾ അതിൽ സുഖം കണ്ടെത്തുന്നത് പോലെയാണ് മൂഢന്മാരുടെ സുഖചിന്തയും. ശ്ലോകം 48. അധീഷ്യ വേദശാസ്ത്രാണി സംസാരേ രാഗിണക്ഷയേ തേഭ്യ പരോനമൂർഖോസ്തി സ്വധർമ്മ ശാശ്വസൂകരൈഹൈ. വേദശാസ്ത്രാദികൾ പഠിച്ചിട്ടും വിഷയസുഖത്തിൽ ആസക്തനായിരിക്കുന്നവനേക്കാൾ വലിയ ഒരു മൂർഖനില്ല. അവൻ നായ, കുതിര, പന്നി എന്നീ മൃഗങ്ങൾക്ക് തുല്യനാണ്. ശ്ലോകം 49. മാനുഷ്യം ദുർലഭം പ്രാപ്യ വേദശാസ്ത്രാണധീത്യജ ബിധ്യതേ യദി സംസാരേ കോ വിമുച്യേത മാനവ. ദുർലഭമായ മനുഷ്യജന്മം നേടി വേദശാസ്ത്രാദികൾ അഭ്യസിച്ചിട്ടും വിഷയസുഖങ്ങളിൽ ബദ്ധനാകുന്നുവെങ്കിൽ ഏതു മനുഷ്യൻ മുക്തനാകും? ശ്ലോകം 50. ജ്ഞാത പരതരം ലോകേ ക്വചിദാശ്ചര്യമത്ഭുതം പുത്രദാരഗൃഹാസക്ത പണ്ഡിത പരിഗീയതേ. പുത്രൻ, ഭാര്യ, ഗൃഹം എന്നിവയിൽ ആസക്തനായവനെ പണ്ഡിതനെന്ന് പുകഴ്ത്തുന്നതിൽ കൂടുതൽ ആശ്ചര്യകരമായ മറ്റൊരാശ്ചര്യമില്ല. ശ്ലോകം 51. ന ബിധ്യതേയ സംസാരോ
നരോ മായാഗുണൈസ്ത്രിഭിः സ വിദ്വാൻ സ ച മേധാവി ശാസ്ത്രപാരം ഗതോ ഹി സ. മായാശ്രിതങ്ങളായ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ കൊണ്ട് സംസാരത്തിൽ ബദ്ധനായിത്തീരാത്ത ഏത് മനുഷ്യനുണ്ടോ അവനാണ് പണ്ഡിതൻ, അവനാണ് ബുദ്ധിമാൻ, അവനാണ് ശാസ്ത്രങ്ങളുടെ മറുകര കണ്ടവൻ. ശ്ലോകം 52. കിം യഥാധ്യയനേന അത്ര ദൃഢബന്ധകരേണ ച പഠിതവ്യം തദേവാശു മോചയേൽഭവബന്ധനാദ. സംസാരത്തോടുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്ന പഠിത്തം കൊണ്ട് എന്തു പ്രയോജനം? സംസാരബന്ധത്തിൽ നിന്നും മോചിപ്പിക്കുന്നതെന്തോ അതുതന്നെയാണ് അവശ്യം പഠിക്കേണ്ടത്. ശ്ലോകം 53. ഗൃഹ്ണാതി പുരുഷം യസ്മാത് ഗൃഹം തേന പ്രകീർത്തിതം ക്വ സുഖം ബന്ധനാകാരേ തേന ഭീതോസ്മ്യഹം പിതഃ. മനുഷ്യനെ ഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഗൃഹമെന്ന പേര് പ്രസിദ്ധമായത്. ബന്ധിച്ചിടുന്ന ഗ്രഹത്തിൽ എന്താണ് സുഖം? അച്ഛാ, അതുകൊണ്ട് ഞാനതിനെ ഭയപ്പെടുന്നു. ശ്ലോകം 54. യേ ബുധാമന്ദമതയോ വിധിനാമൃഷിതാച്ഛയേ തേ പ്രാപ്യമാനുഷം ജന്മ പുനർബന്ധം വിശന്ത്യുത. അജ്ഞരും ബുദ്ധികെട്ടവരും വിധി വഞ്ചിച്ചവരുമാണ് മനുഷ്യജന്മം ലഭിച്ചിട്ടും സംസാരബന്ധത്തിൽ വീണ്ടും അകപ്പെട്ടു പോകുന്നത്. 54 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. അധ്യായം 14. ലോകാ സമസ്ത